പക്ഷേ ഈയിടെ ഗണേശൻ NSSൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറും കൂടെയാണ്, നമ്മുടെ കേരളത്തിലെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞത് അത് അവസാനിപ്പിച്ചത് അതിനകത്തൊരു ചതിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് NSS നേതൃത്വം അതിൽ നിന്ന് പിൻവലിഞ്ഞത്. എന്താണ് ചതിയെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ആരെയും ചതിച്ച ചരിത്രമില്ല. ഗണേശനാണെങ്കിൽ എത്രയോ പേരെ ചതിച്ച ചരിത്രമാണുള്ളത്. രാഷ്ട്രീയത്തിൽ ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. എൻ്റെ പൊതുപ്രവർത്തനത്തിൽ ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ഓപ്പൺ ഹാർട്ടോടുകൂടി അങ്ങും ഇങ്ങും സംസാരിച്ച കാര്യമാണ്. അതേസമയം എന്നൊരു ചതിയും ചന്തുമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടാണ് ഗണേശകുമാർ സംസാരിച്ചത്. നിങ്ങളൊന്ന് ചരിത്രം പരിശോധിച്ചാൽ ഗണേശൻ എത്രയോ പേരെ ചതിച്ചിട്ടുണ്ട്. സിനിമാ രംഗത്ത് തന്നെ എത്ര പേര് ചതിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്വന്തം അപ്പന് പോലുമായിട്ട് ചതിച്ചില്ലേ, ബാലകൃഷ്ണനായിട്ട്. അവിടെ അച്ഛൻ ഈ മാന അല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടില്ലേ. സഹോദരിമാരുമായിട്ട് ചതിച്ച് കേസ് നടക്കുന്നില്ലേ. സ്വന്തം ഭാര്യയുടെ അടി മേടിച്ചില്ലേ. ആ അടി കൊണ്ടിട്ട് എന്നും മോങ്ങുന്നത് നിങ്ങളെല്ലാം ഈ TV കാണിച്ചില്ലേ. ഷർട്ട് മാറുന്ന പോലെ ഭാര്യ മാറിയില്ലേ. അദ്ദേഹത്തിന് ഒരു ഇതെല്ലാം പോട്ടെ, ആ ഉമ്മൻചാണ്ടി ചതിച്ചാരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഉമ്മൻചാണ്ടി ചതിച്ച് ഏറ്റവും ക്രൂരമായ ചതിയൻ ചന്തു എന്ന് രാഷ്ട്രീയത്തിൽ ചന്തു എന്ന് പറഞ്ഞാൽ അത് ഗണേശനാണ്. ഒരു മനുഷ്യനും ചെയ്യാൻ പാടില്ലാത്തതും ഒരിക്കലും ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഒരു സാത്വികനായ ഒരു കോൺഗ്രസ്സുകാരൻ. അദ്ദേഹം ഇതുപോലുള്ള വിഷയങ്ങളിൽ പോകുന്ന ഒരാളല്ല. അതിന് എന്തെല്ലാം ചതിവാണ് ചെയ്തത്. സ്വന്തം സ്വത്തിന് വേണ്ടി അച്ഛനെയും മക്കളും തമ്മിലുമായിട്ട് എന്തെല്ലാം യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. രാഷ്ട്രീയത്തിൽ തന്നെ ഇപ്പോഴുള്ള പെരുമാറ്റം നോക്ക്. ഇവിടെ കേരളത്തിൽ എത്ര മന്ത്രിമാരുണ്ട്? ഇത്തരം ധാർഷ്ട്യത്തോട് പെരുമാറുന്ന ഒരു മന്ത്രിയുണ്ടാകും. സാർ ചക്രവർത്തിയുടെ സ്വഭാവ ശൈലിയിലാണ്, ആഠ്യത്വത്തിൻ്റെ മൂർത്തിൻ്റെ ഭാവത്തിൽ നിന്നുകൊണ്ട് ജീവനക്കാരോട് പെരുമാറുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹമാണ്. പറയണം ഞാൻ ചതിവനാണ്. അദ്ദേഹം എണ്ണി പറഞ്ഞു തരാം അദ്ദേഹം ചതിച്ച ഓരോ കാര്യങ്ങളും. ട്രാൻസ്പോർട്ടിൽ തന്നെ എന്താണ് തുഗ്ലക്ക് പരിഷ്കാരമല്ല നടക്കുന്നത്. ഇന്ന് പറഞ്ഞ മാറ്റും, രണ്ടാമത് വേറെ മാറ്റും. അങ്ങനെ ട്രാൻസ്പോർട്ടിൽ തുഗ്ലക്ക് ഭരണം നടത്തുന്ന ഒരു മന്ത്രി. അദ്ദേഹം ആരോ ആണെന്ന് അദ്ദേഹത്തിന് തോന്നുകയും ഈ ഇടതുപക്ഷ ഭരണത്തിനകത്തുള്ള ഒരു കുഴിത്തുരുമ്പാണ് ഗണേശൻ.